അത് ഞങ്ങൾ പറയുന്നതല്ല, അഭ്യൂഹങ്ങളാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം. അഭ്യൂഹങ്ങൾക്ക് എങ്ങനെയാ മറുപടി പറയുക? അഭ്യൂഹങ്ങൾക്ക് എങ്ങനെയാ ഞാൻ മറുപടി പറയുക? ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, ഞങ്ങളതിനകത്ത് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. UDF ബേസ് വർദ്ധിപ്പിക്കാൻ 2 ഘടകങ്ങളാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. ഒന്ന്, UDF ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, UDF കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് UDF ബേസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതിൽ ഒരു ഘടകം. രണ്ടാമത്, UDF ഈ ഒരു ചരിത്രപരമായ യാത്രയിൽ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിക്കുമ്പോഴല്ലേ ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമുള്ളൂ. എൻ്റെ അറിവില്ല അങ്ങനെ ഇപ്പോൾ ഒരു ചർച്ചയൊന്നും ഔപചാരികമായിട്ട് ആരുമായിട്ട് നടത്തിയിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലെ ഞാനും പത്രവാർത്തകൾ കേട്ടു, സന്തോഷം വാർത്ത കേൾക്കുന്നതിന്. ഹൈക്കമാൻഡ് അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെ പറയാമോ? കാരണം താങ്കൾ അറിയാതെ ഹൈക്കമാൻഡിന്റെ ഒരു നീക്കം ഉണ്ടാവില്ല. ഞാൻ അറിയാതെ ഇടപെടുക ചെയ്യാം. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചർച്ചയൊന്നും നടന്നിട്ടില്ല, നിഷേധിക്കുന്നില്ല. അങ്ങനെയല്ല, എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുമില്ല ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഞങ്ങൾ വളരെ ക്ലിയറാണ്. UDF നല്ല വിജയത്തിൻ്റെ പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒത്തു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. തീർച്ചയായിട്ടും UDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതുകൊണ്ട് അഹങ്കാരത്തോടെയുള്ള വർത്തമാനമൊന്നുമല്ല. ഞങ്ങളുടെ നിലപാടുകളിലും ഞങ്ങളുടെ യാത്രയിലും കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നവരാരുണ്ടായാലും അവരും അപ്പോൾ പറയട്ടെ, അന്നേരമല്ലേ ഞങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ തീരുമാനം എടുക്കും. ആഗ്രഹിച്ചു വന്നാൽ ആ തീരുമാനം അപ്പോൾ പാർട്ടി ഒന്നിച്ച് എല്ലാവരും നേതാക്കന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് ആലോചിക്കും എന്താണ് അതിനകത്തുള്ളൊരു പേടി. ഇപ്പോൾ ആ ചർച്ച ഞങ്ങളുടെ മുന്നിലല്ല. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഉറപ്പായിട്ടും പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേതാക്കന്മാരെല്ലാം ഒന്നിച്ചിരുന്നാട്ട് തീരുമാനിക്കുക. മനസ്സിലായി? ആ ഒന്നിച്ചിരിക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ് വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിട്ടില്ലല്ലേ? അല്ല, ഞാൻ ചോദിച്ചതിനെ കുറച്ചുകൂടെ ക്ലാരിറ്റി നന്നായിരുന്നു. ഹൈക്കമാൻഡ്